OnePlusന്റെ OnePlus Pad Go എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Pad Go എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 11.35 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഈ ടാബിൽ വരുന്നതായിരിക്കും. 2.4K റെസൊല്യൂഷൻ ആയിരിക്കും ഈ ടാബിൽ വരിക. പിന്നെ OLED പാനലും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. LCD ഡിസ്പ്ലേ ആയിരിക്കും ഈ ടാബിൽ വരിക. 7:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ് വരിക. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം, എന്നാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. പിന്നെ റീഡ് ഫിറ്റ് ഐ കെയറിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരിക 523 ഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു ഡ്യുവൽ ടോൺ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ഈ ഒരു ടാബിൻ്റെ ട്വിൻ മിൻറ്റ് എന്നുള്ള കളർ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തേക്കാം. വേറെ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രൊസസ്സറായിരിക്കും ഈ ടാബിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു ടാബിൻ്റെ വില 15,000 അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രൊസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു ടാബിൻ്റെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. വേറെ വെർഷൻസ് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ സിം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരും. ആ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. Android 13 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഒരു 18 അല്ലാന്നുണ്ടെങ്കിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടായിരിക്കും ഈ ഒരു ടാബിൽ വരിക. ഇതിൽ USB 2.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ October 6 ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ വില 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കുറയാനാണ് ചാൻസ്. ചിലപ്പം ഈ ഒരു ടാബ് ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബായിരിക്കും OnePlus Pad Go എന്ന ടാബ്ലറ്റ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. നല്ലൊരു പ്രൈസിങ്ങിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.